കരിങ്കുന്നം പ്രദേശത്തിൻ്റെ ആത്മീയ സ്രോതസ്സായി നിലകൊള്ളുന്ന സെൻറ് അഗസ്റ്റിൻസ് പള്ളിയുടെ പ്രധാന തിരുനാൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ജനുവരി മാസം 23, 24, 25 തീയതികളിൽ ആഘോഷിക്കുന്നു. ആദ്യമേ തന്നെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തിരുനാളിൻ്റെ ആത്മീയ ഒരുക്കം എന്ന നിലയിൽ ജനുവരി 21, 22 ബുധൻ, വ്യാഴം തീയതികളിൽ വൈകുന്നേരം 5 മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടെ ആരംഭിച്ച് ബൈബിൾ പ്രഭാഷണം വടക്കുംമുറി പള്ളി വികാരി ബഹുമാനപ്പെട്ട ഷാജി പൂത്തറയച്ചനാണ് ഇതിന് നേതൃത്വം നൽകുക. 23-ാം തീയതി വൈകുന്നേരം 4:30 കൊടിയേറ്റ്, അതേ തുടർന്ന് ആഘോഷമായ സുറിയാനി പാട്ടുകുർബാന ബഹുമാനപ്പെട്ട ഫിലിപ്പ് തൊടുകയിലച്ചൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. അതേ തുടർന്ന് ജപമാല പ്രദക്ഷിണം കരിങ്കുന്നം പുത്തമ്പള്ളി കവലയിലേക്ക്, തിരിച്ച് ജപമാല പ്രദക്ഷിണം ദേവാലയത്തിൽ എത്തിയതിനു ശേഷം ഇടവക സമൂഹം ഒരുക്കുന്ന കലാസന്ധ്യ നടക്കുന്നതാണ്. ശനിയാഴ്ച വൈകുന്നേരം 5:30 മണിക്ക് ലതീഞ്ഞ് വിശുദ്ധ കുർബാന ബഹുമാനപ്പെട്ട പ്രിൻസ് തൈപ്പുരയിടം അച്ഛൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ സന്ദേശം വിശുദ്ധ കുർബാനയുടെ മധ്യേ നൽകുന്നത് ബഹുമാനപ്പെട്ട സൈജു പുത്തൻപറമ്പിൽ അച്ഛനാണ്. തുടർന്ന് 6:45 കുഴിമറ്റം ഭാഗത്തേക്കുള്ള പ്രധാന പ്രദക്ഷിണം നടക്കുക. തിരിച്ച് പ്രദക്ഷിണം 9 മണിയാകുമ്പോൾ ദേവാലയത്തിൽ എത്തിച്ചേരുകയും തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഫൊറോന വികാരി, ചുങ്കം ഫൊറോന വികാരി ബഹുമാനപ്പെട്ട തോമസ് പുതിയ കുന്നേലച്ചൻ നൽകും. അതേ തുടർന്ന് പുന്നത്ര ഫയർ വർക്സിൻ്റെ ആകാശ വിസ്മയമാണ് നടക്കുക. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തിരുനാൾ റാസയാണ്. സീറോ മലബാർ സഭയിലെ ഏറ്റവും ആഘോഷമായ വിശുദ്ധ കുർബാനയാണ് തിരുനാൾ റാസ. ബഹുമാനപ്പെട്ട കൈപ്പുഴ ഫൊറോന വികാരി തോമസ് പ്രാലിലച്ചൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ബഹുമാനപ്പെട്ട ജോജി കളരിക്കൽ, ബഹുമാനപ്പെട്ട ഇമ്മാനുവേൽ പൂത്തോട്ടാൽ, ബഹുമാനപ്പെട്ട ഫാദർ സനിൽ മയിൽക്കുന്നേൽ, ഫാദർ മാത്യു മാവേലിൽ എന്നിവർ സഹകാർമ്മികരായിരിക്കും. ആ ദിനത്തിൻ്റെ സന്ദേശം നൽകുന്നത് നീണ്ടൂർ പള്ളി വികാരി ബഹുമാനപ്പെട്ട സജി മെത്താനത്തച്ഛനാണ്. തുടർന്ന് 12:30 പ്രദക്ഷിണം ദേവാലയത്തിൽ നിന്ന് കോമ്പൗണ്ടിൽ നിന്നിറങ്ങി റോഡ് ചുറ്റി ദേവാലയത്തിൽ തിരിച്ച് എത്തും. തിരുനാളിൻ്റെ തിരുക്കർമ്മങ്ങൾ അവിടെ അവസാനിക്കുന്നു. വൈകുന്നേരം 7 മണിക്ക് തിരുവനന്തപുരം നക്ഷത്രയുടെ മെഗാ ഷോ ഉണ്ടാവും. തിങ്കളാഴ്ച സകല മരിച്ചവരെയും ഓർമ്മിച്ചുകൊണ്ട് തിരുനാളിന് എല്ലാ കർമ്മങ്ങൾക്കും തിരശ്ശീല വീഴും. ഈ അവസരത്തിൽ നമ്മുടെ തിരുനാൾ ആഘോഷം നമ്മുടെ സ്നേഹത്തിൻ്റെയും നമ്മുടെ കൂട്ടായ്മയുടെയും പ്രകാശനമായി മാറുവാൻ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ തിരുക്കർമ്മങ്ങളിലേക്ക്, തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് വികാരി ഫാദർ സാബു മാലിത്തുരുത്തി.